അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൂളിയൻ ഓൾജിബ്രയൊക്കെ ആയിരുന്നു പഠിച്ചത്. അപ്പോൾ ബൂളിയൻ ഓൾജിബ്രയുടെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അതിനകത്ത് നമ്മൾ വേരിയബിൾസ് എന്തായിരുന്നു, അതേപോലെ കുറച്ച് ടേംസ് കോംപ്ലിമെൻ്റ് എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം ബൂളിയൻ ആൾജിബ്രയിൽ ബൂളിയൻ അഡീഷൻ, ബൂളിയൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പഠിച്ചു. അപ്പം ബൂളിയൻ അഡീഷൻ നമുക്ക് മനസ്സിലായി, ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, 1 ആയിരിക്കും. എല്ലാ ഇൻപുട്ടുകളും ലോ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ലോ ആവുകയുള്ളൂ. അതുകൊണ്ട് ബൂളിയൻ അഡീഷൻ നടത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓർ ഗേറ്റ് മതി. കാരണം ഒരു ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളും അതേപോലെ തന്നെ ബൂളിയൻ അഡീഷൻ്റെ ട്രൂത്ത് ടേബിളും സെയിം ആണ്. അപ്പോൾ ബൂളിയൻ അഡീഷൻ നടത്താൻ വേണ്ടി നമുക്ക് ഒരു ഓർ ഗേറ്റ് മതി. അടുത്തായി നമ്മൾ ബൂളിയൻ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു പഠിച്ചത്. അപ്പോൾ ബൂളിയൻ മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആവുകയാണെങ്കിൽ, അതായത് ലോ ആവുകയാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, ലോ ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 0 ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. എല്ലാ ഇൻപുട്ടുകളും ഹൈ ആണെങ്കിൽ, അതായത് എല്ലാ ഇൻപുട്ടുകളും 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആവുകയുള്ളൂ, ഔട്ട്പുട്ട് 1 ആവുകയുള്ളൂ. ഈ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളായിട്ട് സെയിം ആണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി, ബൂളിയൻ മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു ആൻഡ് ഗേറ്റ് മതി. ഓക്കെ, അപ്പം കുറച്ച് പ്രോബ്ലങ്ങൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് തന്നിരുന്നു. ഇഫ് എ ഓർ ബി ഈസ് 0 ഫൈൻഡ് എ ആൻഡ് ബി, അങ്ങനെ ഒക്കെ നിങ്ങൾ ചെയ്തതാണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കഴിയും. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ബൂളിയൻ ആൾജിബ്രയിലെ ബേസിക് ലോസ് ആണ്, ബേസിക് റൂളുകളാണ്. ഓക്കെ, ബേസിക് റൂളുകളാണ്. അപ്പം കുറേ ടേംസ് പഠിക്കാനുണ്ട്. സംഭവം വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ തന്നെയാണ്. പക്ഷേ അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി പോകണം. പിന്നെ ഇതിൻ്റെ ഒരു റിയൽ ലൈഫിലുള്ളൊരു റിയലൈസേഷൻ, അതായത് എങ്ങനെ ഇതൊക്കെ നടക്കും എന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത സെമ്മിൽ, അതായത് S5 നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ലാബിലുണ്ട്. ഓക്കെ, ഇലക്ട്രോണിക്സ് ലാബിൽ നിങ്ങൾക്ക് ഇത് IC ഒക്കെ വെച്ചിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആൻഡ് ഗേറ്റുള്ള ICയും ഓർ ഗേറ്റുള്ള ICയും എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റുള്ളതും നാൻഡ് ഗേറ്റുള്ളതും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കോളും ഇതൊക്കെ എങ്ങനെയാണ് റിയൽ ലൈഫിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ കാരണം ഇതൊക്കെ എന്താണ്, ഈ ലോജിക്കൊക്കെ എന്താണ്, നമുക്ക് റിയൽ ലൈഫിൽ ICകൾ ഉപയോഗിച്ചിട്ട് സർക്യൂട്ട് വഴി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഇന്ന് ലോസ് ആൻഡ് റൂൾസ് ഓഫ് ബൂളിയൻ ഓൾജിബ്ര പഠിക്കാം. ലോസ് ആൻഡ് റൂൾസ് ഓഫ് ബൂളിയൻ ഓൾജിബ്ര. എല്ലാവരും പേനയും ബുക്കും എടുത്ത് കയ്യിൽ വെക്കണം, ഇത് നോട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബേസിക്കലി ഓർ അല്ലെങ്കിൽ ആൻഡ് എന്നൊക്കെ പഠിച്ചു. ആക്ച്വലി എന്താണ് ഓർ ഗേറ്റും അല്ലെങ്കിൽ ആൻഡ് ഗേറ്റും ചെയ്യുന്നത്? നിങ്ങൾക്കിത്, നിങ്ങളിപ്പോൾ സ്വിച്ചുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, വർക്ക്ഷോപ്പിലൊക്കെ സ്വിച്ചും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം നോക്കാം. നമുക്ക് ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു തരാം. ഇതെന്താണ്? ഇത് രണ്ട് സ്വിച്ചുകളാണ്, എയും ബിയും. അപ്പോൾ ഈ രണ്ട് സ്വിച്ചുകൾ പാരലായിട്ടാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ കേസ് തന്നെ വിളിക്കാം. രണ്ടാമത്തെ കേസാണ് ഇനി അടുത്ത് വരയ്ക്കാൻ പോണത്. എ എന്നുള്ള സ്വിച്ച്, അതിന് സീരീസ് ആയിട്ട്, അത് കാസ്കേഡ് ആയിട്ട് ബി എന്ന് പറഞ്ഞിട്ടുള്ള സ്വിച്ച്. ഇതാണ് രണ്ട് കേസുകൾ, ഒന്നാമത്തെ കേസും രണ്ടാമത്തെ കേസും. ഇതിൽ ഒന്ന് ഒരു ഓർ ഓപ്പറേഷനെയും, രണ്ടാമത്തത് ഒരു, അല്ലെങ്കിൽ രണ്ടെണ്ണത്തിൽ ഒന്ന് ഓർ ഓപ്പറേഷനെയും അടുത്തത് ആൻഡ് ഓപ്പറേഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടോ പറഞ്ഞോളൂ. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്, ആകുമ്പോൾ എല്ലാവർക്കും കേൾക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ, ഒന്നാമത്തത് ഏതാണെന്നും രണ്ടാമത്തത് ഏതാണെന്നും പറഞ്ഞോളൂ. ഇത് ഞങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? അതായത് എ എന്ന് പറഞ്ഞ സ്വിച്ചാണ്. എ എന്ന് പറഞ്ഞ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഓൺ ചെയ്യാം. അതായത് അതിന് രണ്ട് വാല്യൂ, അതായത് 0 എന്നുള്ള വാല്യൂ അല്ലെങ്കിൽ 1 എന്നുള്ള വാല്യൂ. അത് ക്ലോസ് ചെയ്യുമ്പോൾ 1 എന്നുള്ള വാല്യൂ, ഓപ്പൺ ആയി കിടക്കുമ്പോൾ 0 എന്നുള്ള വാല്യൂ ആയിരിക്കും വരിക, അല്ലേ?
കാരണം ക്ലോസ് ചെയ്താൽ മാത്രമേ ഔട്ട്പുട്ടിലേക്ക് വാല്യൂ പോവുള്ളൂ. അപ്പം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 1ഉം ഓപ്പൺ എന്ന് പറഞ്ഞു ചെയ്ത് കഴിഞ്ഞാൽ അത് 0 ആയിരിക്കും. അതേപോലെ തന്നെ ആയിരിക്കും ബിയും. ബി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബി 1 ആയിരിക്കും, ബി ഓപ്പൺ ആണെങ്കിൽ ബി 0 ആയിരിക്കും. അടുത്ത കേസിലാണെങ്കിലും എ എന്നുള്ള സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ വാല്യൂ 1, എ എന്ന് പറഞ്ഞ സ്വിച്ച് ഓപ്പൺ ചെയ്താൽ എയുടെ വാല്യൂ 0. ബി എന്നുള്ള സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ 1, ബി എന്നുള്ള സ്വിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ 0. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഈ ഒരു സർക്യൂട്ട് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? എന്തിനാണ് സൂചിപ്പിക്കുന്നത്? പറ, ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ഒന്നാമത്തെ സ്വിച്ച്. അപ്പോൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ 1 ഇടുക അതിൻ്റെ ആൻസർ, 2 ഇടുക അതിൻ്റെ ആൻസർ, നല്ല എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പം ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെയാണ്. ഇത് ഏത് ഗ്രൂപ്പാണെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഏതിനെയാണ് ഏത് ലോജിക് ഗേറ്റിനെയാണെന്ന് മനസ്സിലായോ? കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ജെയ്സിൽ വേറെ ഉത്തരമാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കോ. ഒന്നാമത്തെ കേസിൽ സ്വിച്ച് ക്ലോസ് ആണെന്ന് വെച്ചോ. സ്വിച്ച് ക്ലോസ് ആണെങ്കിൽ 1 ആയിരിക്കും വാല്യൂ. അപ്പോൾ ഇൻപുട്ട് എന്ത് ചെയ്യും? ഔട്ട്പുട്ടിൽ വരും. ഒന്നാമത്തെ കേസിൽ സ്വിച്ച് ക്ലോസും ബി ഓപ്പൺ ആയിക്കോട്ടെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് വരും. ഇനി ഇത് ഓപ്പണും ഇത് ക്ലോസ് ആയിക്കോട്ടെ. അപ്പോൾ ഇത് 0, 1 മാറി വരും. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ചെറിയൊരു നെറ്റ്വർക്ക് പ്രശ്നമുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഇനി ഇത് രണ്ടും ക്ലോസ്ഡ് ആണെങ്കിലോ? രണ്ടും ക്ലോസ്ഡ് ആണെങ്കിലും ഔട്ട്പുട്ട് കിട്ടും. രണ്ടും ഓപ്പൺ ആണെങ്കിലോ? രണ്ടും ഓപ്പൺ എന്ന് പറഞ്ഞാൽ രണ്ടും 0 ആണ്. അപ്പോൾ ഈ രണ്ട് സ്വിച്ച് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻപുട്ട് ഒരിക്കലും ഔട്ട്പുട്ട് വരില്ല. അപ്പോൾ ഓർ ഗേറ്റ് ആണ് അത്, അല്ലേ? ഓർ ഗേറ്റിൻ്റെ കേസിലാണ് ഇൻപുട്ട് 2 വാല്യൂ 0 വരികയാണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് നമുക്ക് 0 കിട്ടുള്ളൂ. അതായത് ഈ രണ്ട് സ്വിച്ചുകളും ഓഫായി കിടക്കുകയാണെങ്കിൽ, അതായത് ഓപ്പൺ ആയി കിടക്കുകയാണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഇല്ലാത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ, ഈ കാണിച്ചിരിക്കുന്ന സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓർ ഗേറ്റിൻ്റെ ഒരു ഇക്വലൻ്റ് ആണ്. ഇത് ഓർ ഗേറ്റിന് ഇക്വലൻ്റ് ആണ്. ഇനി അടുത്ത കേസ് നോക്കൂ. അടുത്ത കേസിൽ എയും ബിയും നോക്കിക്കോ. അപ്പോൾ എ ഓപ്പൺ ആണ്. എ ഓപ്പൺ ആണെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുമോ? ഇല്ല. എ ഓപ്പൺ എന്ന് പറഞ്ഞാൽ എ ഓപ്പൺ എന്ന് പറയുകയാണെങ്കിൽ എ 0 എന്നാണ് അർത്ഥം. എ ഓപ്പൺ ആണെങ്കിൽ ഔട്ട്പുട്ട് ഇല്ല. അതായത് എക്ക് ഏതെങ്കിലും ഒരു സമയത്ത് 0 വരികയാണെങ്കിൽ ഔട്ട്പുട്ട് ഇല്ല. അതേപോലെ തന്നെയാണ് ബി. ബി എപ്പോഴെങ്കിലും ഓഫ് ആണെങ്കിലോ ഔട്ട്പുട്ട് എന്തായിരിക്കും? ക്ലിയർ അല്ലേ? സൗണ്ട് കേൾക്കുന്നില്ലേ? ഓക്കെ, ഇപ്പം കേൾക്കാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് ഒന്ന് പോയിരുന്നു, നെറ്റ് ഒന്ന് പോയിരുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ കേസ് നോക്കിക്കോ. ഏതെങ്കിലും ഒരു സ്വിച്ച് ഓഫ് ആണെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു വാല്യൂ 0 എന്നാണ് അതിൻ്റെ അർത്ഥം. എ ഓഫ് അല്ലെങ്കിൽ ബി ഓഫ്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എയുടെ വാല്യൂ 0 ആകാം, അല്ലെങ്കിൽ ബിയുടെ വാല്യൂ 0 ആകാം. അതായത് ഏതെങ്കിലും ഒരു സ്വിച്ച് ഈ ഒരു കേസിൽ ഓഫ് ആണെങ്കിൽ ഇവിടെയുള്ള ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് വരില്ല, കാരണം ബ്രേക്ക് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? രണ്ട് സ്വിച്ചും ക്ലോസ് ആണെങ്കിൽ, അതായത് എക്കും ബിയുടെയും വാല്യൂ 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് കിട്ടൂ, അല്ലേ? എയും ബിയും വാല്യൂ 1 ആണെങ്കിൽ മാത്രം ഔട്ട്പുട്ടിന് വാല്യൂ ഉണ്ട്. എയോ ബിയോ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ രണ്ടും 0 ആവുകയാണെങ്കിലോ ഔട്ട്പുട്ട് ഇല്ല, ഔട്ട്പുട്ട് 0 ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ ഏതാണ്? അതൊരു ആൻഡ് ഗേറ്റ് ആണ്, അല്ലേ? അപ്പം ഇതാണ്
ആൻഡ് ഗേറ്റിൻ്റെയും ഓർ ഗേറ്റിൻ്റെയും റിയലൈസേഷൻ. അതായത് ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്വിച്ചുകൾ പാരലായി കണക്ട് ചെയ്യുന്ന പോലെയും ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്വിച്ചുകൾ സീരീസ് ആയി കണക്ട് ചെയ്യുന്നതിനും തുല്യമാണ്. ഓക്കെ, ഇതവിടെ മനസ്സിൽ വെച്ചോളൂ. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? പറഞ്ഞു തന്നാൽ സംശയം ഉണ്ടോ? സംശയം ഉണ്ടേ പറ. അതായത് ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു സ്വിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. രണ്ടും ഓഫാണ് മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാതെ വരുള്ളൂ. അതായത് രണ്ടും സീറോ ആണെങ്കിൽ ഔട്ട്പുട്ട് ഇല്ല. ആൻഡ് ഗേറ്റ് ആണെങ്കിലോ രണ്ടും ഈ എയും ബിയും ക്ലോസ് ആവണം എങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് വരുള്ളൂ. അപ്പോൾ എന്താണ്? രണ്ടിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് 1 ഉള്ളൂ. ഏതെങ്കിലും ഒന്ന് ഓഫ് ആണെങ്കിൽ, അതായത് ഏതെങ്കിലും ഒന്ന് സീറോ ആണെങ്കിൽ ഔട്ട്പുട്ടിന് വാല്യൂ ഇല്ല. അപ്പോൾ ഇതാണ് ആൻഡിൻ്റെയും ഓറിൻ്റെയും ഒരു റിയലൈസേഷൻ. ഇനി നമുക്ക് കുറച്ച് റൂളുകൾ പഠിക്കാം. അപ്പോൾ ഒന്നാമത്തെ ലോസ് ആൻഡ് റൂൾസ് ഓഫ് ബൂളിയൻ ആൾജിബ്രയാണ്. അതിൽ ആദ്യത്തെ വരുന്നത് അന്യൂൾമെൻറ്റ് ലോ. ഇതെല്ലാം എല്ലാവരും എഴുതിയെടുക്കണം കേട്ടോ. അന്യൂൾമെൻറ്റ് ലോ. ഇത് കുറേ ലോ എന്ന് പറയുന്നേ ഉള്ളൂ, സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എ ഡോട്ട് സീറോ, അതായത് എ ആൻഡ് സീറോ, അടുത്തത് എ ഓർ 1. ഇതാണ് അന്യൂൾമെൻറ്റ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ഡോട്ട് സീറോ എന്തായിരിക്കും? എ ആൻഡ് സീറോ എന്താണ്? എ ഡോട്ട് സീറോ എന്താണ്? സീറോ ആയിരിക്കും അല്ലേ? ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻഡ് ഓപ്പറേഷനാണ്. ആൻഡ് ഓപ്പറേഷനകത്ത് എയുടെ വാല്യൂ സീറോ ആവുകയാണെങ്കിലോ 1 ആവുകയാണെങ്കിലോ എന്തോ ആയിക്കോട്ടെ, ഡോട്ട് വിത്ത് സീറോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറോ കിട്ടുക. കാരണം ആൻഡ് ഓപ്പറേഷനകത്ത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് സീറോ ആവുകയാണെങ്കിൽ ഔട്ട്പുട്ട് എന്താണ്? സീറോ ആണ്. അപ്പോൾ എ ഡോട്ട് സീറോ ഈസ് ഈക്വൽ ടു സീറോ. ഇതാണ് അന്യൂൾമെൻറ്റ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ വരച്ച സർക്യൂട്ട് പ്രകാരം എങ്ങനെ വെക്കാം നമുക്ക്? ഇപ്പോൾ ഡോട്ടാണ്. ഡോട്ട് ആയതുകൊണ്ട് എന്തായിരിക്കും? രണ്ട് സ്വിച്ചുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത പോലെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഒന്നാമത്തെ സ്വിച്ചാണ് എ. എയുടെ വാല്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ സീറോ ആകാം അല്ലെങ്കിൽ 1 ആകാം. സീറോ ആകുമ്പോൾ ഇത് ഓപ്പൺ ആയിരിക്കും, 1 ആകുമ്പോൾ ഇത് ക്ലോസ്ഡ് ആയിരിക്കും. രണ്ടാമത്തെ സ്വിച്ചാണിത്. അപ്പോൾ ഡോട്ട് ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് സ്വിച്ച് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡോട്ട് സീറോ ആണ്. ഡോട്ട് സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓപ്പൺ ആയി കിടക്കുന്ന സ്വിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? എയുടെ വാല്യൂ സീറോയോ 1 ആയിക്കോട്ടെ, അതായത് എ എന്ന് പറഞ്ഞാൽ ഓപ്പണോ ക്ലോസോ ആയിക്കോട്ടെ, രണ്ടാമത്തത് ഓപ്പൺ ആയി കിടക്കുകയാണ്, അതായത് രണ്ടാമത്തെ വാല്യൂ സീറോ ആണ്. അതുകൊണ്ട് ഇവിടെയുള്ള ഇൻപുട്ട് ഔട്ട്പുട്ടിൽ വരുമോ? ഔട്ട്പുട്ട് ഒരിക്കലും കിട്ടില്ല. ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? സീറോ ആയിരിക്കും, കാരണം ഇവിടെ തുറന്ന് കിടക്കുകയാണ്. അത് തന്നെയാണ് എ ഡോട്ട് സീറോ ഈസ് ഈക്വൽ ടു സീറോ. അതാണ് അന്യൂൾമെൻറ്റ് ലോ. അതിൻ്റെ സ്വിച്ച് വെച്ചിട്ടുള്ള ഒരു ഇക്വലൻ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ സ്വിച്ച് വെച്ചിട്ടുള്ള ഇക്വലൻ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ആവശ്യം വരില്ല, പക്ഷേ ഇത് പഠിച്ചു വെച്ചോ, PSC പരീക്ഷയും കാര്യങ്ങളൊക്കെ വരും. മാത്രമല്ല ലോജിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അടുത്ത അന്യൂൾമെൻറ്റ് ലോയിലെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എ ഓർ 1. എ ഓർ 1 എന്തായിരിക്കും? ഓർ ഓപ്പറേഷനാണ്. ഓർ ഓപ്പറേഷനകത്ത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആവുകയാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് 1 ആയിരിക്കും അല്ലേ? ഓറിൻ്റെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ട്രൂത്ത് ടേബിൾ അറിഞ്ഞൂടെ? ഓർ ഓപ്പറേഷനകത്ത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പോൾ എ ഓർ 1 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സർക്യൂട്ട് വരച്ച് നോക്കാമല്ലോ. ഇവിടെ ഓർ ഓപ്പറേഷനാണ്. ഓർ ഓപ്പറേഷൻ ആയതുകൊണ്ട് എന്താ വരിക? പാരലൽ കണക്ഷനാണ് വരിക. ഇവിടെ ആയിരിക്കും ഇൻപുട്ട്. ഇനി എ എന്ന് പറഞ്ഞ സ്വിച്ച് നമുക്ക് ഇവിടെ വരയ്ക്കാം. ഓർ ആയതുകൊണ്ട് പാരലാണ്. ഇനി അടുത്ത സ്വിച്ച് ഇവിടെയാണ് വരയ്ക്കേണ്ടത്. 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ്ഡ് സ്വിച്ചാണ്. 1 ക്ലോസ്ഡ് സ്വിച്ചാണ്. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇൻപുട്ട് ഇവിടെ വന്നു. നിങ്ങൾക്ക് ഈ ഇൻപുട്ട് എന്താണ്? ഇവിടെ ഓർ ഓപ്പറേഷൻ ഉള്ളതുകൊണ്ട്, ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർ ഓപ്പറേഷൻ ഉള്ളതുകൊണ്ട് പാരലൽ കണക്ഷൻ ആയിരിക്കും. ഇവിടെ എ ഓർ 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾവേസ് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്വിച്ചിന് ഇക്വലൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ്? ഓൾവേസ് സ്വിച്ച് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും ഇൻപുട്ട് എന്തുണ്ടോ അതുപോലെ ഔട്ട്പുട്ടിലേക്ക് വരും. ഓക്കെ, അപ്പം ഈ എയുടെ വാല്യൂ എന്തായാലും അതിനെ മൈൻഡ് ചെയ്യുന്നില്ല, ഓൾവേസ് ക്ലോസ്ഡ് തന്നെയാണിത്. അതുകൊണ്ട് എന്താണ്? ഇതിൻ്റെ വാല്യൂ 1 തന്നെയാണ്. അതായത് ഇവിടെ എന്ത് കൊടുക്കുന്നു അത് അതുപോലെ ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് അന്യൂൾമെൻറ്റ് ലോ. എ ഓർ 1 ഈസ് ഈക്വൽ ടു 1, എ ഡോട്ട് സീറോ ഈസ് ഈക്വൽ ടു സീറോ. അതായത് ഈ അന്യൂൾമെൻറ്റ് എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇവിടെ ഉള്ള ഓപ്പറേഷനിൽ വരുന്ന വേരിയബിൾ ഒന്ന് സീറോ ആണ്. സീറോ വേരിയബിളായി വരുമ്പം ഔട്ട്പുട്ടും സീറോ ആണ്. ഇനി ഇവിടുത്തെ വേരിയബിൾ 1 ആണ്, അപ്പോൾ ഔട്ട്പുട്ടും 1 ആണ്. അതുകൊണ്ടാണ് അന്യൂൾമെൻറ്റ് ലോ എന്ന് പറയുന്നത്.
ഇനി ഈ ലോ എല്ലാവർക്കും മനസ്സിലായല്ലോ? എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങൾ? എഴുതി വെക്കണേ. ഇതാണ് അന്യൂൾമെന്റ് ലോ. എ ഡോട്ട് സീറോ ഈക്വൽ ടു സീറോ, എ ഓർ 1 ഈസ് ഈക്വൽ ടു 1. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ ലോ പഠിക്കാം. ലോ നമ്പർ 2, ഐഡന്റിറ്റി ലോ. ഐഡന്റിറ്റി ലോ. ഐഡന്റിറ്റി ലോ എന്ന് പറഞ്ഞാൽ എ ആയിട്ടുള്ള ഓപ്പറേഷനാണ്, ഔട്ട്പുട്ടിൽ എ തന്നെയായിരിക്കും കിട്ടുക. അതായത് ഐഡന്റിറ്റി ലോവിനകത്ത് ഉപയോഗിക്കുന്നത് ഒന്ന് എയും അടുത്ത 0യോ 1ഓ ആയിരിക്കും. ഔട്ട്പുട്ട് നമുക്ക് എന്താണ് കിട്ടേണ്ടത്? എ തന്നെ കിട്ടണം. അപ്പം എ ഓർ എന്ത് കൊടുത്താലാണ് നമുക്ക് എ കിട്ടുക? എ ഓർ 0 ആണോ എ ഓർ 1 ആണോ? എ ഓർ എന്താണ് നമുക്ക് എ കിട്ടുക? പറ, ചാറ്റ് ബോക്സ് പറഞ്ഞു. എയുടെ കൂടെ, വെരി ഗുഡ്, എയുടെ കൂടെ 0 ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എ കിട്ടുള്ളൂ. എയുടെ കൂടെ ഓർ ഓപ്പറേഷനിൽ 1 കഴിഞ്ഞാൽ അവൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പം എ ഓർ 0 ഈസ് ഈക്വൽ ടു എ. ഇതാണ് ഒന്നാമത്തെ ഐഡന്റിറ്റി ലോ പറയുന്നത്. ഇനി എ ഡോട്ട് സംതിങ് ഈസ് ഈക്വൽ ടു എ. ഏതായിരിക്കും ഡോട്ടിൽ വരിക? എ ഡോട്ട് എന്താണ് എ വരിക? എ ഡോട്ട് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. അപ്പം എ ഡോട്ട് 1 എന്താണ്? എ ഡോട്ട് 1 ആണ് എ. ഇതാണ് ഐഡന്റിറ്റി ലോ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഐഡന്റിറ്റി വേരിയബിൾ ഏതൊക്കെയാണ്? ഓർ ഓപ്പറേഷനകത്ത് ഐഡന്റിറ്റി വേരിയബിൾ 0 ആണ്, ആൻഡ് ഓപ്പറേഷനകത്ത് ഐഡന്റിറ്റി വേരിയബിൾ എന്താണ്? 1 ആണ്. അതായത് എ ഡോട്ട് 1 ആണ് എ, എ ഓർ 0 ആണ് എ. ഇനി നമുക്ക് ഇതിൻ്റെ സ്വിച്ച് വരച്ച് നോക്കാമല്ലോ. ഇപ്പം ഒന്നാമത്തെ ഓർ ഓപ്പറേഷനാണ്. ഓർ ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ എന്താണ്? രണ്ട് സ്വിച്ചുകൾ പാരലായിരിക്കും. ഇതാണ് എ എന്ന് പറഞ്ഞിരിക്കുന്ന സ്വിച്ച്, ഓർ ആണ്, അതുകൊണ്ട് പാരലാണ്. 0 ആണ് വന്നിരിക്കുന്നത്. 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്വിച്ച് ആണ്. അപ്പോൾ ഇതാണ് എന്ത്? എ ഓർ 0 ഈക്വൽ ടു എ. അതായത് ഇതിനകത്ത് ഇൻപുട്ട് എന്താണോ അത് എയുടെ വാല്യൂ അനുസരിച്ച് ഔട്ട്പുട്ടിൽ വരുള്ളൂ. എ എന്ന് പറഞ്ഞാൽ ഹൈ പൊസിഷനിലാണ്, അതായത് ക്ലോസ്ഡ് ആണ്, എന്താണ്? ഇൻപുട്ട് തന്നെ ഔട്ട്പുട്ട് കിട്ടും, ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇനി എ ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിലോ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് ലോ ആയിരിക്കും. കാരണം രണ്ടാം സ്വിച്ച് എന്താണ്? ഓൾവേസ് ഓപ്പൺ ആണ്, അതിൽ ഇതിൽ യാതൊരുവിധ പങ്കുമില്ല. അപ്പോൾ എ ഓർ 0 ഈക്വൽ ടു എ ആണ്, അതാണ് ഐഡന്റിറ്റി ലോ. അതിൻ്റെ സർക്യൂട്ട് ഇംപ്ലിമെൻറ്റേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി എ ഡോട്ട് 1 ഈക്വൽ ടു എ. അടുത്താണ് ഡോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? സീരീസ് കണക്ഷനാണ്. അപ്പം എ എന്ന് പറഞ്ഞിരിക്കുന്ന സ്വിച്ച് ഇവിടെ ഉണ്ട്. അടുത്ത സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ് വന്നിരിക്കുന്നത്. 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആണ് 1. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, രണ്ടാം സ്വിച്ച് എന്താണ്? ഓൾവേസ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഈ ഇൻപുട്ടിലുള്ള വാല്യൂ ഔട്ട്പുട്ടിൽ വരണമെങ്കിൽ എ ക്ലോസ് ആയിരിക്കണം. എ ക്ലോസ് ആണെങ്കിൽ, അതായത് എയുടെ വാല്യൂ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. എ ഓപ്പൺ ആണെങ്കിൽ, അതായത് എയുടെ വാല്യൂ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ലോ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഐഡന്റിറ്റി ലോ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ, ഈ എഴുതിയിരിക്കുന്ന ബൂളിയൻ എക്സ്പ്രഷൻ ആണ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത് ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള സർക്യൂട്ടിലെ ഒരു ഇത് കാണിച്ചു തന്നതേ ഉള്ളൂ, ലോജിക് കാണിച്ചു തന്നതേ ഉള്ളൂ. അപ്പോൾ ഐഡന്റിറ്റി ലോയും കഴിഞ്ഞു. അടുത്തതാണ് ഐഡം പൊട്ടൻറ്റ് ലോ. എഴുതിയെടുക്കുക എല്ലാവരും. ഐഡം പൊട്ടൻറ്റ് ലോ. IDEMPOTENT. ഐഡം പൊട്ടൻറ്റ് ലോ. ഐഡം പൊട്ടൻറ്റ് ലോ. അപ്പോൾ ഐഡം പൊട്ടൻറ്റ് ലോ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൻ്റെ രണ്ട് വേരിയബിളും എ തന്നെയായിരിക്കും, ഔട്ട്പുട്ട് എന്തായിരിക്കും? എ തന്നെയായിരിക്കും. അങ്ങനെ ആലോചിക്കുക. അതായത് എ ഓർ എ. എ ഓർ എ എന്തായിരിക്കും? എ ഓർ എ എന്താ കിട്ടുക? 0 ആണോ 1 ആണോ എ ആണോ? എ ഓർ എ എന്തായിരിക്കും? എന്തായിരിക്കും? എ ഓർ എ എന്തായിരിക്കും? ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ. എ ഓർ എ എന്ന് പറഞ്ഞാൽ എ തന്നെയായിരിക്കും അല്ലേ? എ ഓർ എ എന്ന് പറഞ്ഞാൽ എ തന്നെയായിരിക്കും. നമുക്ക് ഇതിൻ്റെ സർക്യൂട്ട് വരയ്ക്കാമല്ലോ. ഓർ ഓപ്പറേഷൻ ആയതുകൊണ്ട് പാരലായിരിക്കും. എ എന്നുള്ള സ്വിച്ച് ഉണ്ട്, അടുത്ത സ്വിച്ച് എന്താണ്? എ തന്നെയാണ്. അതായത് ഇതാണ്
എ ഓർ എൻ്റെ സർക്യൂട്ട്. അതായത് എ എന്നുള്ള വാല്യൂ ഹൈ ആണെങ്കിൽ, അതായത് രണ്ട് സ്വിച്ച് എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. രണ്ട് സ്വിച്ചും ക്ലോസ്ഡ് ആകുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഇനി എയുടെ വാല്യൂ 0 ആണെങ്കിലോ, എയുടെ വാല്യൂ 0 ആണെങ്കിൽ രണ്ടും ഓപ്പൺ ആയിരിക്കും, ഔട്ട്പുട്ടും എന്തായിരിക്കും, ഔട്ട്പുട്ടും ലോ ആയിരിക്കും, 0 ആയിരിക്കും. അതായത് 0 ഓർ 0 ഈസ് ഈക്വൽ ടു 0, 1 ഓർ 1 ഈസ് ഈക്വൽ ടു 1. ഓക്കെ. ഇനി തൊട്ട മുന്നത്തെ എൻ്റെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ 1ഉം 0ഉം വെച്ചിട്ട് നോക്കാം. അപ്പോൾ എ ഡോട്ട് 0 ഈസ് ഈക്വൽ ടു 0 എന്നല്ലേ. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് വാല്യൂ, എക്ക് 0 എന്നോ അല്ലെ 1 എന്നോ കൊടുക്കാം. അപ്പം എ 0ഉം 1ഉം ആണെങ്കിൽ അപ്പം 0 ഡോട്ട് 0 ഈസ് ഈക്വൽ ടു 0 ആണ്. എയുടെ വാല്യൂ 1 ആണെങ്കിൽ 1 ഡോട്ട് 0 ഈസ് ഈക്വൽ ടു 0 ആണ്. ഇനി ഇവിടെ എ ഓർ 1 ഈക്വൽ ടു 1 ആണ്. എക്ക് നമുക്ക് 0 എന്ന് 1 വാല്യൂ കൊടുക്കാം. അപ്പോൾ എ ഓർ 1 ഈക്വൽ ടു 1 എന്ന് കാണാം. അതായത് 0 ഓർ 1 ഈസ് ഈക്വൽ ടു 1, 1 ഓർ 1 ഈക്വൽ ടു 1. അപ്പോൾ ആ എയുടെ വാല്യൂ മാറുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി ഐഡൻറ്റി ലോ നോക്കുകയാണെങ്കിൽ എയുടെ വാല്യൂ പറഞ്ഞ പോലെ 0ഉം 1ഉം വരാം. അപ്പം 0 ഓർ 0 ഈസ് ഈക്വൽ ടു 0. അതായത് എയുടെ വാല്യൂ 0 ആണ്, അത് തന്നെയാണ് ഔട്ട് കിട്ടിയത്, അപ്പോൾ ഔട്ട് തന്നെ കിട്ടും. ഇനി 1 ഓർ 0 അറ്റ് ഈസ് ഈക്വൽ ടു 1. എയുടെ വാല്യൂ 1 ആയപ്പോൾ ഔട്ട്പുട്ടും 1 കിട്ടി. ഇനി എ ഡോട്ട് 1 ഈക്വൽ ടു എ. എയുടെ വാല്യൂ പറഞ്ഞ പോലെ 0ഉം 1ഉം ആവാം. അപ്പം എ ഡോട്ട് 1 എന്തായിരിക്കും, 0 ഡോട്ട് 1. 0 ഡോട്ട് 1 ഈക്വൽ ടു 0. അതായത് 0 ആണ് എ, ഔട്ട്പുട്ടും എ തന്നെ. ഇനി 1 ഡോട്ട് 1. 1 ഡോട്ട് 1 എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എയുടെ വാല്യൂ 1 ആയപ്പോൾ ഔട്ട്പുട്ടും 1 കിട്ടി. ഇതുപോലെ ഈ ലോ ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ ബൂളിയൻ എക്സ്പ്രഷൻ വെച്ചിട്ട് ശരിയാവുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഐഡംപോർട്ടൻ്റ് ലോയിൽ ആദ്യത്താണ് എ ഓർ എ ഈസ് ഈക്വൽ ടു എ. ഇനി അടുത്ത ലോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡോട്ടാണ്. അതായത് എ ഡോട്ട് എ ഈസ് ഈക്വൽ ടു എ. ഇതാണ് രണ്ടാമത്തെ ഐഡംപോർട്ടൻ്റ് ലോ. ഐഡംപോർട്ടൻ്റ് ലോൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം എ മയായിരിക്കും. എ ഓർ എ ഈസ് ഈക്വൽ ടു എ ഡോട്ട് എ ഈസ് ഈക്വൽ ടു എ. ഇനി ഇതിൻ്റെ ഒരു എന്താണ് സർക്യൂട്ട് നമുക്ക് നോക്കാം. സ്വിച്ചുകൾ വെച്ചുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ്, ഡോട്ടാണ്. ഡോട്ടാകുമ്പോൾ എന്താ വരിക, രണ്ട് സ്വിച്ചുകളും സീരീസ് ആണ്. ഇപ്പോൾ ഒന്നാമത്തെ സ്വിച്ചാണ് എക്ക് സീരീസ് ആയിട്ട് അടുത്ത സ്വിച്ച് എന്ന് പറഞ്ഞാൽ അതും എ തന്നെയാണ്, കാരണം എ ഡോട്ട് എ ആണ്. ഇവിടെ നോക്കൂ, ഈ സ്വിച്ച് ക്ലോസ് ആകണമെങ്കിൽ ഈ സ്വിച്ച് എന്തായിരിക്കണം, ക്ലോസ് ആവണം, കാരണം രണ്ടും എ തന്നെയാണ്. ഇത് ഓപ്പൺ ആകുകയാണെങ്കിൽ ഇത് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും, നമുക്ക് കിട്ടില്ല. അതായത് ഈ വാല്യൂ 1 ആണെങ്കിൽ ഈ വാല്യൂ 1 ആയിരിക്കും. അതായത് രണ്ടും ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്തും കിട്ടും, ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അതായത് 1 ഡോട്ട് 1 ഈസ് ഈക്വൽ ടു 1, 0 ഡോട്ട് 0 ഈസ് ഈക്വൽ ടു 0. അതായത് എയും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, 1 ആയിരിക്കും. എയും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് എ ഡോട്ട് എ ഈസ് ഈക്വൽ ടു എ. അപ്പോൾ ഐഡംപോർട്ടൻ്റ് ലോ ആണിപ്പോൾ നമ്മൾ കണ്ടത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്റ് ലോ ആണ്. നാലാമത്തത് കോംപ്ലിമെൻ്റ് ലോ. കോംപ്ലിമെൻ്റ് ലോയിനകത്ത് എയുടെ കോംപ്ലിമെൻറ്റും വെച്ചുള്ള ഓപ്പറേഷനാണ്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ എ ഡോട്ട് എ കോംപ്ലിമെൻറ്റ്. എ ഡോട്ട് എ കോംപ്ലിമെൻറ്റ് എന്താ വരിക, എന്തായിരിക്കും വരിക, പറയൂ. അല്ല, എ ഡോട്ട് എ കോംപ്ലിമെൻറ്റ് ആലോചിച്ചോ, എയുടെ വാല്യൂ 1 ആണെന്ന് വെച്ചോ. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും, 0. അപ്പോൾ എ ഡോട്ട് എ കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും, 1 ഡോട്ട് 0 ഈക്വൽ ടു 0. ഇനി എയുടെ വാല്യൂ 0 ആണെന്ന് വെച്ചോ, എ കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പം എ ഡോട്ട് എ കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും, 0 ഡോട്ട് 1 അതെന്തായിരിക്കും, ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് എ എഴുതുക, എ കോംപ്ലിമെൻറ്റ് എഴുതുക, എ ഡോട്ട് എ കോംപ്ലിമെൻറ്റ്. എ 0 ആണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് 1, എ ഡോട്ട് എ കോംപ്ലിമെൻറ്റോ 0. ഇനി എ വാല്യൂ 1 ആണെങ്കിലോ എ കോംപ്ലിമെൻറ്റ് 0, എ ഡോട്ട് എ കോംപ്ലിമെൻറ്റ് അഗെയിൻ 0. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സ്വിച്ച് ഡോട്ട് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എന്താണ് വരിക, എ വരും, സീരീസ് കണക്ഷൻ ആയിരിക്കും. അടുത്ത സ്വിച്ച് എന്തായിരിക്കും, എ കോംപ്ലിമെൻ്റ് ആയിരിക്കും. അതായത് എ എന്നുള്ള സ്വിച്ച് ഓപ്പൺ ആണെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്നുള്ള സ്വിച്ച് എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. മനസ്സിലായോ? എ ഓപ്പൺ ആയതുകൊണ്ട് എ കോംപ്ലിമെൻറ്റ് ക്ലോസ്ഡ്. ഇനി എ ക്ലോസ്ഡ് ആണെങ്കിലോ
എ ഇതുപോലത്തെ ഒരു ക്ലോസ്ഡ് ആണെങ്കിലോ എ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. മനസ്സിലായോ? അപ്പം തൽക്കാലം ഒന്നാമത്തത് മതി. ഇത് നിങ്ങൾ മാറി ചിന്തിച്ചാൽ മതി. എ ഓപ്പൺ ആയതുകൊണ്ടാണ് എ കോംപ്ലിമെൻ്റ് ക്ലോസ് ആയി കാണിച്ചത്. ഓക്കെ, അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ സ്വിച്ച് ക്ലോസ്ഡ് ആണെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞ സ്വിച്ച് എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. രണ്ടും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതായത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഇത്ര ലേറ്റ് ആയിട്ട് ആൾക്കാർ കയറില്ല കേട്ടോ, ഞാൻ അഡ്മിറ്റ് ചെയ്യില്ല. ഇനി കോംപ്ലിമെൻ്റ് ലോയിൽ അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്ലിമെൻ്റ് വെച്ചുള്ളത് തന്നെയാണ്. അപ്പോൾ ഡോട്ടാണ് ഇപ്പം നമ്മൾ പഠിച്ച അടുത്ത ഓർ ഓപ്പറേഷൻ. എ ഓർ എ കോംപ്ലിമെൻ്റ്. എ ഓർ എ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും കിട്ടുക? ആർക്കും ഗസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഒരാൾ കറക്റ്റ് ഉത്തരം പറഞ്ഞു. എ ഓർ എ കോംപ്ലിമെൻ്റ്. ഓക്കെ, വെരി ഗുഡ്. എ ഓർ എ കോംപ്ലിമെൻ്റ് 1 ആയിരിക്കും കിട്ടുക. എ ഓർ എ കോംപ്ലിമെൻ്റ് 1 ആയിരിക്കും. എന്താ കാര്യം? എ ഫോർ എക്സാമ്പിൾ എ എന്നുള്ള വാല്യൂ 1 ആയിക്കോട്ടെ. എ 1 ആണ്, അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? 0. അപ്പോൾ എ പ്ലസ് എ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? 1 ഓർ 0. 1 ഓർ 0 എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി എയുടെ വാല്യൂ 0 ആണെങ്കിലോ എ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഓരോ ഓപ്പറേഷനകത്ത് ഏതെങ്കിലും ഒന്ന് 1 വരികയാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ എയും എ കോംപ്ലിമെൻ്റും ഉണ്ട്, ഓർ ഓപ്പറേഷനാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ എന്തായിരിക്കും? എപ്പോഴും 1 വരും. അതുകൊണ്ട് ഓർ ഓപ്പറേഷനാണ് ഔട്ട്പുട്ട് 1 ആയിരിക്കും. അതിനാണ് മേലത്തെ കേസും. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് എപ്പോഴും എന്തായിരിക്കും? 1 വരും, 0 വരും. എ 1 ആണെങ്കിൽ എ കോംപ്ലിമെൻ്റ് 0 ആയിരിക്കും. ഇനി എ 0 ആണെങ്കിൽ എ കോംപ്ലിമെൻ്റ് 1 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഡോട്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് നമുക്ക് വരയ്ക്കാം. ഓർ ഓപ്പറേഷൻ ആയതുകൊണ്ട് പാരലൽ ആയിരിക്കും. എ എന്ന് പറഞ്ഞ സ്വിച്ച് ഇവിടെ ഉണ്ട്. അടുത്ത സ്വിച്ച് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻ്റ് ആണ്. ഇപ്പോൾ എ 0 ആണെങ്കിൽ എ കോംപ്ലിമെൻ്റ്, അതായത് എ ഓപ്പൺ ആണെങ്കിൽ എ കോംപ്ലിമെൻ്റ് ക്ലോസ്ഡ് ആയിരിക്കും. ഇനി അടുത്ത ഇത് ഒന്നും കൂടെ വരയ്ക്കാം. ഇതാണ് എ കോംപ്ലിമെൻ്റ്. ഇതിന് ഇക്വലൻ്റ് ആയിട്ട് വേറെ ഒന്നുകൂടെ വരയ്ക്കാം. എ എന്ന് പറഞ്ഞ സ്വിച്ച് ക്ലോസ്ഡ് ആയിരിക്കും. എ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ ഒരു എ ഓർ എ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു 1 എന്നുള്ളതിൻ്റെ സർക്യൂട്ട്. അപ്പോൾ ഇതാണ് കോംപ്ലിമെൻ്റ് ലോ. ഇനി അടുത്തത് ഡബിൾ നെഗേഷൻ ലോ ആണ്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഡബിൾ നെഗേഷൻ, നമ്മൾ ഈ കോംപ്ലിമെൻ്റ് എന്ന് എഴുതുന്നില്ല ഈ സാധനം, ഇതിന് നെഗേഷൻ എന്ന് വിളിക്കും കേട്ടോ. ഇങ്ങനെ ഉണ്ടല്ലോ, ആക്ച്വലി ഈ സിമ്പിൾ ഇടുമ്പോൾ നെഗേഷൻ എന്ന് പറയാം. ഇത് എ ബാർ, ഇത് എ കോംപ്ലിമെൻ്റ്, എ നെഗേഷൻ എന്നാണ് പറയാം. അപ്പം ഡബിൾ നെഗേഷൻ ലോ എന്നതിന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ഡബിൾ കോംപ്ലിമെൻ്റ് ലോ എന്നും പറയും. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എ കോംപ്ലിമെൻ്റ് ഹോൾ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു എ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അതായത് നിങ്ങൾ ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അതായത് ഒരു സാധനത്തിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തിട്ട് അതിനെ വീണ്ടും കോംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും കിട്ടുക? അത് എന്തായിരിക്കും കിട്ടുക? വൺ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂ 0 ആണെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. എ കോംപ്ലിമെൻ്റ് 1 ആകുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? അഗെയിൻ 0 ആയിരിക്കും. അപ്പോൾ എയും എ കോംപ്ലിമെൻ്റ് ഒന്ന് തന്നെ കിട്ടി. ഇനി എ 1 ആണെങ്കിലോ എ കോംപ്ലിമെൻ്റ് 0 ആയിരിക്കും. എ കോംപ്ലിമെൻ്റ് 0 ആയതുകൊണ്ട് അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ എയും കണ്ടോ, എ 0 ആയപ്പം എ കോംപ്ലിമെൻ്റ് കോംപ്ലിമെൻ്റ് 0 കിട്ടി. എ 1 ആയപ്പോൾ എ കോംപ്ലിമെൻ്റ് ഹോൾ കോംപ്ലിമെൻ്റ് 1 കിട്ടി. അപ്പോൾ ഇതും ഇതും സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് മനസ്സിലായി ഡബിൾ നെഗേഷൻ ലോ പ്രകാരം എ കോംപ്ലിമെൻ്റ് ഹോൾ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു എ. ഓക്കെ, ഇതാണ് ഡബിൾ നെഗേഷൻ ലോ പറയുന്നത്. ഇനി ആറാമത്തെ ലോ, ഇത് ആക്ച്വലി ഇനി 3 ലോ ഉണ്ട്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ സ്ഥലങ്ങൾ നിങ്ങൾ ഇത് കാണും.
കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ പറയുന്നത് വെച്ചാൽ അങ്ങോട്ടുള്ള ബന്ധം തന്നെയായിരിക്കും തിരിച്ചിങ്ങോട്ടും. അതായത് ഓർ ഓപ്പറേഷൻ ആണെങ്കിൽ എ ഓർ ബി ഈസ് ഈക്വൽ ടു ബി ഓർ എ. അതായത് 0 ഓർ 1. 0 ഓർ 1 എന്താണ്? 1 ആണ്. 1 ഓർ 0 എന്താണ്? 1 തന്നെയാണ്. മനസ്സിലായോ? 0 ഓർ 1ഉം 1 ഓർ 0 എന്താണ്? സെയിം ആണ്. അതായത് എ ഓർ ബി ഈക്വൽ ടു ബി ഓർ എ. ഇത് ഓർ ഓപ്പറേഷൻ്റെ കേസിലാണ്. അതായത് എയും ബിയും തമ്മിലുള്ള ബന്ധം തന്നെയാണ് ബിയും എയും തമ്മിലുള്ളത്. ഇനി ആൻഡ് ഓപ്പറേഷൻ ആണെങ്കിൽ എന്താണ്? എ ആൻഡ് ബി, അതായത് എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ, ബി ആൻഡ് എ. അതായത് 0.1 ഈസ് ഈക്വൽ ടു 0 ആണ്, 1.0 ഈസ് ഈക്വൽ ടു 0 ആണ്. 1.1 ഈക്വൽ ടു 0 ആണ്, സോറി 1.1 ഈസ് ഈക്വൽ ടു 1 ആണ്, 1.1 ഈസ് ഈക്വൽ ടു 1 ആണ്. അതായത് എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ ബി ഡോട്ട് എയും എന്താണ്? സെയിം എന്നാണ്. ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. മനസ്സിലായോ? ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്പറേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എ ഓർ ബി എന്നുള്ളതിനെ ബി ഓർ എ എന്ന് എഴുതാൻ പറ്റും. എ ഡോട്ട് ബി എന്നുള്ളതിനെ ബി ഡോട്ട് എ എന്ന് എഴുതാൻ പറ്റും. കമ്മ്യൂട്ടേറ്റീവ് ലോ കഴിഞ്ഞു. അടുത്തത് അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഓർ ഓപ്പറേഷൻ്റെ നോക്കാം. എ ഓർ ബി ഓർ സി. അതായത് ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, എപ്പോഴും ബ്രാക്കറ്റിനകത്തുള്ള കാര്യം ചെയ്തതിന് ശേഷം മാത്രമേ ആ കിട്ടിയ സാധനമായിട്ടാണ് പുറത്തുള്ളതായിട്ട് ചെയ്യേണ്ടത്. ഇവിടെ നോക്കൂ, ബിയും സിയും ബ്രാക്കറ്റിനകത്തല്ലേ ഉള്ളത്. അപ്പം ബ്രാക്കറ്റിനകത്തുള്ള സാധനം ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ആ കിട്ടിയ സാധനമായിട്ടാണ് പുറത്തുള്ള സാധനമായിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഇത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് ബോഡിയൻ ഓപ്പറേഷനൊക്കെ സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളെ മാത്തമാറ്റിക്സിൽ ഒരു സാധനം പറയില്ലേ, ബോർഡ് മാസ് എന്ന്. ബോർഡ് മാസ് മൊത്തത്തിലൊരു സാധനം വരികയാണെങ്കിൽ ആദ്യം ബ്രാക്കറ്റിനകത്തുള്ള ചെയ്യണം. അതാണ് ബ്രാക്കറ്റ് ഓപ്പൺ. ബി ആണ് ബോർഡ് മാസിൻ്റെ ആ ഒരു ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആദ്യം ബ്രാക്കറ്റിലുള്ള സാധനം ചെയ്യണം, പിന്നെ ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡിഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. അതാണ് ബോർഡ് മാസ് ഉദ്ദേശിക്കുന്നത്. ബോർഡ് മാസ് അത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. ബോർഡ് മാസ് അതായത് 1+4 ഇൻറ്റു 5 മൈനസ് 6/3. ഇങ്ങനെ തന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 6/3 ബ്രാക്കറ്റിൽ, അത് ആദ്യം ചെയ്യണം. അപ്പോൾ 1+4 ഇൻറ്റു 5 മൈനസ് 6/3 എത്രയാ? 2. ഇങ്ങനെ എഴുതണം. ഇങ്ങനെ എഴുതിയതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ കഴിഞ്ഞു. ഇതിൽ ഡിവിഷൻ ഉണ്ടോ? ഡിവിഷൻ ഇല്ല. പിന്നെ എന്താ? മൾട്ടിപ്ലിക്കേഷൻ ഉള്ളു. അപ്പോൾ 1+ ഈ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യണം. 4 5 20. 1+20 മൈനസ് 2. ഇനി അഡിഷനാണ് ചെയ്യേണ്ടത്. ഇവിടെ 1+20 ഉണ്ട്, അതായത് 21 മൈനസ് 2, അതായത് 19. 19 ആണ് ഇതിൻ്റെ ആൻസർ. ഈ രീതി ചെയ്യണം. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബ്രാക്കറ്റിനകത്തുള്ള കാര്യം ചെയ്യണം. അതാണ് പൊതുവെയുള്ളൊരു തത്വം. അപ്പോൾ അസോസിയേറ്റീവ് ലോ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ ഓപ്പറേഷനും സെയിം ആണെങ്കിൽ, അതായത് ഇവിടെ ഓറാണ്, ഇവിടെ ഓറാണ്, ഇതിന് നടുക്ക് ഡോട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എ ഓർ ബി ഓർ സി. ബി ഓർ സി ഞാൻ ഒരുമിച്ച് പറയാം, കാരണം ബിയും സിയും ബ്രാക്കറ്റിനകത്തുണ്ട്. അതായത് എ ഓർ ബി ഓർ സി. അതെന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ ഓപ്പറേഷൻ ഒന്നുമില്ല, എല്ലാ ഓപ്പറേഷനും അഡിഷൻ തന്നെയാണ്. അതിന് നമുക്ക് എ ഓർ ബി ഓർ സി എന്ന് എഴുതാം. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ തന്നെയായിരിക്കും എ ഓർ ബി ഓർ സി. അപ്പോൾ ഈ രണ്ട് സാധനത്തിനും ചേർത്തിട്ട് പറയുന്നതാണ് അസോസിയേറ്റീവ് ലോ. ഇത് ഓർ ഓപ്പറേഷൻ്റെ കേസിലാണ് ഇങ്ങനെ. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എയുടെ വാല്യൂ 0, ബിയുടെ വാല്യൂ 1, സിയുടെ വാല്യൂ 0. അങ്ങനെയാണെങ്കിൽ എ ഓർ ബി ഓർ സി എന്താ കിട്ടുക? എ ഓർ ബി ഓർ സി എന്ന് പറഞ്ഞാൽ ആദ്യം 0 ഓർ ബി എന്താണ്? 1 ഓർ 0. ഇപ്പോൾ ബ്രാക്കറ്റിനകത്തുള്ള ആദ്യം ചെയ്യണം 1 ഓർ 0.
1 ഓർ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 തന്നെയാണ്. അപ്പം 0 ഓർ 1, 0 ഓർ 1 എന്താണ്? ഈക്വൽ ടു 1. ഇനി ഇത് പ്രകാരം ചെയ്ത് നോക്കാം. എ ഓർ ബി ഓർ സി. അപ്പം എന്താണ്? ബ്രാക്കറ്റിനകത്ത് 0 ഓർ 1 ഓർ 0. 0 ഓർ 1 എന്താണ്? ഇപ്പോൾ ബോർഡ് മാസ് പ്രകാരം ആദ്യം ബ്രാക്കറ്റിലാണ് ചെയ്യേണ്ടത്. 0 ഓർ 1 വന്നു. 0 ഓർ 1 എന്താണ്? 1 ആണ്. 1 ഓർ 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇപ്പം കണ്ടോ, രണ്ടിൻ്റെ ഔട്ട്പുട്ട് 1 ആണ്. അതായത് എ ഓർ ബി ഓർ സി ഈക്വൽ ടു എ ഓർ ബി ഓർ സി. ഇനി അത് ഈക്വൽ ടു എ ഓർ ബി ഓർ സി ആണോ നോക്കാം നമുക്ക്. എ ഓർ ബി ഓർ സി എന്തായിരിക്കും? എ ഓർ ബി ഓർ സി ഈക്വൽ ടു 0 ഓർ 1 ഓർ 0. അപ്പോൾ ഇതിലൊരു മിനിമം ഒരു 1 ഉള്ളതുകൊണ്ട് ഔട്ട്പുട്ട് എന്തായിരിക്കും? 1. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എ ഓർ ബി ഓർ സി ഈക്വൽ ടു എ ഓർ ബി ഓർ സി ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഓർ ബി ഓർ സി. ഇതാണ് അസോസിയേറ്റീവ് ലോ പറയുന്നത്. അസോസിയേറ്റീവ് ലോ ഫോർ ഓർ ഓപ്പറേഷൻ ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. അസോസിയേറ്റീവ് ലോ ഫോർ ആൻഡ് ഓപ്പറേഷൻ നമ്മൾ എന്തായിരിക്കും? ഇതുപോലെ തന്നെയായിരിക്കും. ഓറിന് പകരം ഡോട്ട് വരും. അതായത് എ ഡോട്ട് ബി ഡോട്ട് സി ഈക്വൽ ടു എ ഡോട്ട് ബി ഡോട്ട് സി ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡോട്ട് സി. അപ്പോൾ ഈ ഒരു സാധനമാണ് അസോസിയേറ്റീവ് ലോ ആയിട്ട് പറയുന്നത്. അതായത് എ ഡോട്ട് ബി ഡോട്ട് സി ഈക്വൽ ടു എ ഡോട്ട് ബി ഡോട്ട് സി. ഇനി നമുക്ക് പറഞ്ഞ പോലെ ചെയ്ത് നോക്കാം. എ ഇസ് ഈക്വൽ ടു 1, ബി ഇസ് ഈക്വൽ ടു 1, സി ഇസ് ഈക്വൽ ടു 0. ഇത് ഞാൻ റാൻഡമായിട്ട് എടുക്കുന്ന കേട്ടോ. അപ്പം എ ഡോട്ട് ബി ഡോട്ട് സി എന്തായിരിക്കും? എ 1 ആണ്. എ 1 ആയതുകൊണ്ട് 1 ഡോട്ട് ബ്രാക്കറ്റിനകത്ത് ബി ഡോട്ട് സി, അതായത് 1 ഡോട്ട് 0. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യേണ്ടത്? ബ്രാക്കറ്റിനകത്തുള്ളത് ആദ്യം ചെയ്യണം. അതായത് 1 ഡോട്ട് ഇടുക, ബ്രാക്കറ്റിനകത്തുള്ള ആദ്യം ചെയ്യുക. 1 ഡോട്ട് സി. 1 ഡോട്ട് സി എന്തായിരിക്കും? 1 ഡോട്ട് 0. 1 ഡോട്ട് 0 എന്താണ്? 0. അഗെയിൻ 1 ഡോട്ട് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി ഇത് ചെയ്ത് നോക്കാം. ഇതെങ്ങനെ വരിക? എ ഡോട്ട് ബി ഡോട്ട് സി. അപ്പോൾ ആദ്യം ബ്രാക്കറ്റിനകത്ത് എ ഡോട്ട് ബി ആ വരിക. എ 1 ആണ്, ബി 1 ആണ്. 1 ഡോട്ട് 1 ഡോട്ട് 0. ബ്രാക്കറ്റിനകത്തുള്ള ആദ്യം ചെയ്യേണ്ടത് 1 ഡോട്ട് 1 എന്താണ്? 1 ആണ് ഡോട്ട് 0. അപ്പോൾ ഇത് എന്ത് കിട്ടും? 1 ഡോട്ട് 0 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ മനസ്സിലായോ? എ ഡോട്ട് ബി ഡോട്ട് സി കിട്ടിയതും 0 ആണ്. എ ഡോട്ട് ബി ഡോട്ട് സി കിട്ടിയതും 0 ആണ്. അപ്പോൾ അസോസിയേറ്റീവ് ലോ ഓക്കെയാണ്. നമുക്ക് ഇതും കൂടെ ചെയ്ത് നോക്കാം. എ ഡോട്ട് ബി ഡോട്ട് സി, അതായത് 1 ഡോട്ട് 1 ഡോട്ട് 0. ഇത് 3 ഇൻപുട്ടുള്ള ആൻഡ് ഓപ്പറേഷൻ ആണ്. നമുക്കറിയാം ആൻഡ് ഓപ്പറേഷനകത്ത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 വരുവാണെങ്കിൽ, ഇവിടെ മൂന്നാമത്തെ ഇൻപുട്ടായ സി 0 ആണ്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ആൻഡ് ഓപ്പറേഷൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആണ്. അപ്പോൾ മനസ്സിലായി. എ ഡോട്ട് ബി ഡോട്ട് സി ഈക്വൽ ടു എ ഡോട്ട് ബി ഡോട്ട് സി ഈക്വൽ ടു എ ഡോട്ട് ബി ഡോട്ട് സി. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ? ഇത് സംശയം ഉണ്ടോ? ഇതിൽ മനസ്സിലായിട്ടുണ്ടോ? ഒന്നുകൂടെ പറയണോ? അസോസിയേറ്റീവ് ലോ എന്നാണ് ഇത് പറയുക. ഇതിനകത്തുള്ള പ്രത്യേകത വെച്ചാൽ എല്ലാ ഓപ്പറേഷനുകളും സെയിം തന്നെ വേണം, എങ്കിലേ അസോസിയേറ്റീവ് ലോ പ്രകാരം എഴുതാൻ പറ്റുള്ളൂ. അതായത് ഡോട്ട് പ്രോഡക്റ്റിൻ്റെ കേസിൽ എല്ലാം ഡോട്ട് തന്നെയാണ്. ഇനി പ്ലസിൻ്റെ കേസിൽ, അതായത് എല്ലാം എന്താണ്? പ്ലസ് തന്നെയാണ്. ഇവിടെ കണ്ടോ, എ ഓർ ബി ഓർ സി, അതെല്ലാം പ്ലസ് തന്നെയാണ്. എല്ലാം അഡിഷൻ തന്നെയാണ്, ബൂളിയൻ അഡിഷൻ തന്നെയാണ്. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലോ എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ അസോസിയേറ്റീവ് ലോനകത്ത് വരുന്നതെല്ലാം സെയിം ഓപ്പറേഷൻ തന്നെയാണ്. അഡിഷൻ ആണ് എല്ലാം അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എല്ലാം മൾട്ടിപ്ലിക്കേഷൻ. ഇനി അടുത്തത് ഒരു ലോ ഉണ്ട്. എട്ടാമത്തെ ലോ, അതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ശ്രദ്ധിക്കണം. ഒന്നുമില്ല, പേര് പോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എ ഓർ അസോസിയേറ്റീവ് ആണ് എന്താണ്? ബി ഓർ സി ആ വരും. എല്ലാം ഒരേ ഓപ്പറേഷനാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ആകുമ്പോൾ ഓപ്പറേഷൻ മാറും. എ ഓർ ബി, ഓറല്ല വരിക, ഡോട്ടാ വരിക. എ ഓർ ബി ഡോട്ട് സി ഈക്വൽ ടു, ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പുറത്തുള്ളതിനെ ഈ ഓപ്പറേഷൻ വെച്ച് അകത്തുള്ളതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതിനുശേഷം അതിനൊരു ബ്രാക്കറ്റിലിടും. എന്നിട്ട് നടുക്കുള്ള ഈ സാധനം ഇടും. എന്നിട്ട് വീണ്ടും പുറത്തുള്ളതിനെ വീണ്ടും അകത്തുള്ളതായിട്ട് ഈ ഓപ്പറേഷൻ വെച്ച് ചെയ്യും. ചെയ്യുമ്പോൾ മനസ്സിലാവും. അതായത് എ ഓർ അല്ലേ വേണ്ടത്? അപ്പം ഓർ ഓപ്പറേഷനാണ് ചെയ്യുക അകത്തുള്ള ആദ്യത്തെ വേരിയബിളായിട്ട്. അകത്തുള്ള ആദ്യത്തെ വേരിയബിൾ ബി ആണ്. അപ്പം എ ഓർ ബി എന്ന് എഴുതും.
എന്നിട്ട് ബ്രാക്കറ്റ്. അതായത് എ ഓർ ബി എന്നുള്ളത് ആദ്യം ചെയ്യണം എന്നതിൻ്റെ അർത്ഥം. എന്നിട്ടോ ഈ ബ്രാക്കറ്റിനകത്തുള്ള വേരിയബിൾ ഏതാണോ അതിടും. ഇവിടെ ഡോട്ട് അല്ലേ, ഡോട്ട്. അടുത്തെന്താണ്, വീണ്ടും എ വെച്ച് ഇതിനകത്തുള്ള രണ്ടാമത്തെ വേരിയബിളായിട്ട്, അതായത് എ ഓർ സി. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. എ ഡോട്ട് എ ഓർ ബി ഡോട്ട് സി എന്ന് പറഞ്ഞാൽ എ ഓർ ബി ഡോട്ട് എ ഓർ സി. ഇനി നമുക്ക് ഒന്ന് എക്സാമ്പിൾ ചെയ്ത് നോക്കാം ഇങ്ങനെ വരുമെന്ന്. ഇപ്പോൾ എയുടെ വാല്യൂ 1ഉം ബിയുടെ വാല്യൂ ഉണ്ട്, എയുടെ വാല്യൂ ഏതാ ആയിക്കോട്ടെ, എയുടെ വാല്യൂ ബിയുടെ വാല്യൂ 0, സിയുടെ വാല്യൂ 1 ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കേസ് നോക്കാം. എ ഓർ ബി ഡോട്ട് സി എന്ത് കിട്ടും? എ ഓർ ബി ഡോട്ട് സി ഈസ് ഈക്വൽ ടു, ഇപ്പം ആരാടെ കയറി വരുന്നത്? എ ഓർ ബി ഡോട്ട് സി. എ എന്താണ്? 1 ആണ്. 1 ഓർ ബി ഡോട്ട് സി. ബി എന്ന് പറഞ്ഞാൽ 0 ആണ്, സി എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 0.1 വരും. ബോർഡ് മാസ് പ്രകാരം ബ്രാക്കറ്റിനകത്തുള്ള ആദ്യം ചെയ്യണം. അതായത് 0.1. 0.1 എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 1 ഓർ 0. 1 ഓർ 0 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? 1 ഓർ 0 ഈക്വൽ ടു 1. അപ്പം എ ഓർ ബി ഡോട്ട് സി ആണ് ചെയ്തിരിക്കുന്നത്. ഇനി എ ഡോട്ട് ബി, സോറി, എ ഓർ ബി അല്ലേ, എ ഓർ ബി ഡോട്ട് എ ഓർ സി ചെയ്ത് നോക്കാം. എയുടെ വാല്യൂ എന്താണ്? എയുടെ വാല്യൂ 1 ആണ്. 1 ഓർ ബി 0 ആണ്. 1 ഓർ 0 ഡോട്ട് 1 ഓർ 1, സി 1 ആണ്. അപ്പോൾ 1 ഓർ 0 എന്താണ്? 1 ആണ്. ഡോട്ട് 1 ഓർ 1 എന്താണ്? 1 ആണ്. അപ്പം 1 ഡോട്ട് 1 കിട്ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പം മനസ്സിലായോ? എ ഓർ ബി ഡോട്ട് സി ഈക്വൽ ടു എ ഓർ ബി ഡോട്ട് എ ഓർ സി ആണ്. ഇത് പക്ഷേ കണക്കിൽ ഇതുപോലെ ശരിയാവില്ല. ഇത് ബൂളിയൻ ആൾജിബ്രയിലേ ശരിയാവുള്ളൂ. കണക്കിൽ സാധാ മൾട്ടിപ്ലിക്കേഷൻ ഇതുപോലെ വരില്ല. ഇനി അടുത്ത എന്തായിരിക്കും? എ ഡോട്ട് ബി ഓർ സി. എ ഡോട്ട് ബി ഓർ സി ഇങ്ങനെ വരിക. എ ഡോട്ട് ആദ്യത്തെ വേരിയബിളായ ബി ബ്രാക്കറ്റ്, ആ വേരിയബിൾ കഴിഞ്ഞിട്ടുള്ള എന്താണ് ഓപ്പറേഷൻ എന്താണ്? ഓർ ആണ്. വീണ്ടും പുറത്തെ എ ഡോട്ട് അകത്തെ സെക്കൻഡ് വേരിയബിൾ എ ഡോട്ട് സി. ഓക്കെ, ഇത് നമുക്ക് ചെയ്ത് നോക്കാം. എയുടെ വാല്യൂ 0, ബിയുടെ വാല്യൂ 1, സിയുടെ വാല്യൂ 1. അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി ഓർ സി എന്താ വരിക? എ ഡോട്ട് ബി ഓർ സി ഈക്വൽ ടു എയുടെ വാല്യൂ 0 ആണ്. 0 ഡോട്ട് ബി ഓർ സി, അതായത് 1 ഓർ 1 ബ്രാക്കറ്റിൽ ആദ്യം ചെയ്യണം. 0 ഡോട്ട് ബ്രാക്കറ്റിൽ എന്താണ്? 1 ഓർ 1, ദാറ്റ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ഡോട്ട് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി എ ഡോട്ട് ബി ഓർ എ ഡോട്ട് സി എന്താ വരിക? എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ 0 ഡോട്ട് 1 ഓർ 0 ഡോട്ട് 1. 0 ഡോട്ട് 1 എന്താണ്? 0 ആണ്. ഓർ 0 ഡോട്ട് 1 എന്താണ്? 0 ആണ്. അപ്പോൾ 0 ഓർ 0 ഈക്വൽ ടു 0. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോയിലെ രണ്ടാമത്തതാണ് ഇത്, ഒന്നാമത്തതാണ് ഇത്. ഇത് നമ്മളിവിടെ അത് തെളിവ് ചെയ്ത് കാണിച്ചു തന്നു. ഇനി ഒരു ലോ കൂടെ ഉണ്ട്. ഇതിനകത്ത് ഒരു ലോ കൂടെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഡി മോർഗൻസ് ലോ. ഡി മോർഗൻസ് ലോ. ഡി മോർഗൻസ് ലോ പറയുന്നത് വെച്ചാൽ എ ഓർ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി കോംപ്ലിമെൻറ്റ്. അതേപോലെ എ ഡോട്ട് ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ ഡോട്ട് ഓർ ബി കോംപ്ലിമെൻറ്റ്. അതായത് രണ്ടെണ്ണത്തിൻ്റെ സമ്മിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻറ്റുകളുടെ പ്രൊഡക്റ്റിന് തുല്യമായിരിക്കും. ഇനി രണ്ടെണ്ണത്തിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻറ്റിൻ്റെ സമ്മിന് തുല്യമായിരിക്കും. നമുക്ക് എ ഈക്വൽ ടു 0, ബി ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം.
അങ്ങനെയാണെങ്കിൽ എ ഓർ ബി എന്തായിരിക്കും? എ ഓർ ബി എന്ന് പറഞ്ഞാൽ 1 ഓർ 0 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എ ഓർ ബി കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? ഇതിൻ്റെ കോംപ്ലിമെൻ്റ്, അതായത് 0 ആയിരിക്കും. ഇനി എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? എ കോംപ്ലിമെൻറ്റ് എന്നാൽ 0 കോംപ്ലിമെൻറ്റ് 1 ആയിരിക്കും. 1 ഡോട്ട് ബി കോംപ്ലിമെൻറ്റ്, ബി 1 ആണ്, ബി കോംപ്ലിമെൻറ്റ് 0 ആണ്. 1 ഡോട്ട് 0 0. ഇപ്പോൾ രണ്ടും സെയിം ആണ്. അതേപോലെ എ ഡോട്ട് ബി എന്തായിരിക്കും? എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ 0 ഡോട്ട് 1 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ 0. എ ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? 0യുടെ കോംപ്ലിമെൻറ്റ് 1. ഇനി എ കോംപ്ലിമെൻറ്റ് ഓർ ബി കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? എ എന്ന് പറഞ്ഞാൽ 0 ആണ്, എ കോംപ്ലിമെൻറ്റ് 1 ആണ്. ബി എന്ന് പറഞ്ഞാൽ 1 ആണ്, ബി കോംപ്ലിമെൻറ്റ് 0 ആണ്. 1 ഓർ 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. മനസ്സിലായോ? ഇതാണ് ഡി മോർഗൻസ് ലോ, ഈ രണ്ട് ലോയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ആയിട്ടുണ്ട്. അപ്പോൾ ഡി മോർഗൻസ് ലോയും കൂടെ ആയി. 9ാമത്തെ ലോ ആണ്. ഇനി ഒരു ലോയും കൂടെ ഉണ്ട്, അടുത്ത ക്ലാസ് പഠിപ്പിക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വരണം കേട്ടോ. ഇത് ഒരുപാട് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഈ മൊഡ്യൂളിൽ വളരെ ആവശ്യമുള്ളതാണ്. സംശയമൊക്കെ എന്തുണ്ടെങ്കിൽ അടുത്ത ക്ലാസ് ചോദിച്ചാൽ മതി. അറ്റൻഡൻസ് എല്ലാവരും ഇപ്പോൾ മാർക്ക് ചെയ്യുക. ഒരു 2 മിനിറ്റ് കൊണ്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് മുഴുവൻ ആൾക്കാരും ലീവ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.